സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുകയാണ്. വിവിധ ജില്ലകളിൽ റെഡ് അലർട്ടാണ്. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഏറ്റവും ഒടുവിൽ റെഡ് അലർട്ട് നിലനിൽക്കുന്നത്. അടുത്ത 3 മണിക്കൂറുകളിൽ തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. അറബിക്കടലിൻ്റെ കേരള തീരത്ത് കാലവർഷക്കാറ്റ് ശക്തമായി തുടരുന്നു. വിഴിഞ്ഞത്ത് വള്ളം മറിഞ്ഞ് 2 പേരെ കാണാതായിട്ടുണ്ട്. ഇന്നലെ രാത്രിയിൽ വീശിയ കാറ്റിൽ നിരവധി വീടുകളും തകർന്നിട്ടുണ്ട്. നെയ്യാറ്റിൻകര, കഴക്കൂട്ടം, ചെമ്പഴന്തി എന്നിവിടങ്ങളിൽ മരങ്ങൾ കടപുഴകി. വിവരങ്ങളുമായി സുലേഖ ചേരുന്നു. സുലേഖ, എന്തൊക്കെയാണ് തെക്കൻ കേരളത്തിൻ്റെ മഴയുടെ വിവരങ്ങൾ, ഒപ്പം മഴക്കെടുതിയും? ജിംഷാദ്, എന്തായാലും സംസ്ഥാനത്ത് വ്യാപകമായ മഴയുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഇന്ന് 3 ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട്, അതായത് അതിതീവ്ര മഴ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറ്റെല്ലാ ജില്ലകളിലും ഇന്ന് അതിശക്തമായ മഴ ഉണ്ടായേക്കുമെന്നുള്ള മുന്നറിയിപ്പ്, അതായത് ഓറഞ്ച് അലർട്ടാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഇപ്പോൾ 10 മണിയായി. 10 മണിക്കാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പുതുക്കിയ മഴ മുന്നറിയിപ്പ് വരിക. ഈ അല്പസമയത്തിനകം തന്നെ ഇതിലെന്തെങ്കിലും മാറ്റമുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അലർട്ടുകൾ ഇനിയും ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അല്പസമയത്തിനകം തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അപ്ഡേറ്റ് ചെയ്യുമെന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സംസ്ഥാനത്ത് വ്യാപകമായ മഴ തുടരുന്നു എന്നത് തന്നെയാണ്. മഴയ്ക്കൊപ്പം തന്നെ ശക്തമായ കാറ്റും സംസ്ഥാനത്തുടനീളമുണ്ട്. ഇന്നലെ രാത്രിയിലാണ് ഇത്തരത്തിൽ ഈ കാറ്റ് വന്ന മരങ്ങൾ കടപുഴകി വീടുകളിലും റോഡുകളിലും റെയിൽവേ ട്രാക്കിലുമൊക്കെ വീണ് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ജനങ്ങൾക്കുണ്ടായിട്ടുള്ളത് എന്നത് തന്നെയാണ്. ഇന്നലെ രാത്രിയിൽ മരം കടപുഴകി വീണ് കഴക്കൂട്ടത്തും നെയ്യാറ്റിൻകരയിലും അടക്കം വീടുകളിലെ മുകളിലേക്ക് മരങ്ങൾ വീഴുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ശക്തമായ കാറ്റ്, അതായത് പടിഞ്ഞാറൻ കാറ്റാണ് ഇത്തരത്തിൽ ശക്തമാകുന്നത്. അത് കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പുണ്ടായിരുന്നു. സംസ്ഥാനത്ത് പടിഞ്ഞാറൻ കാറ്റ് ശക്തി പ്രാപിക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പുണ്ടായിരുന്നു. മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിലാണ് ഇത്തരത്തിൽ ഈ കാറ്റ് വീശിയടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാത്രികാലങ്ങളിലുള്ള ഈ കാറ്റ് അത് വലിയ രീതിയിലുള്ള അപകടങ്ങൾ സൃഷ്ടിക്കുന്നു, ആപത്തുകൾ സൃഷ്ടിക്കുന്നു എന്നുള്ളത് തന്നെ. പക്ഷേ ഇന്നലെ വീണ ഈ വീടുകളിലൊക്കെ തന്നെയും മരങ്ങൾ വീണിട്ടുണ്ടെങ്കിലും ആർക്കും വലിയ അപകടങ്ങളൊന്നും അത്യാഹിതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നത് ആശ്വാസകരമാണ്. ഇന്നലെ റെയിൽവേ ട്രാക്കിലടക്കം മരങ്ങൾ കടപുഴകി വീണിരുന്നു. റെയിൽവേ ഗതാഗതം താറുമാറാകുന്ന ഒരു സാഹചര്യവും ഇന്നലെ ഉണ്ടായിരുന്നു. ജനശതാബ്ദി അടക്കം ഇന്നലെ 9:30 എത്തേണ്ട തിരുവനന്തപുരം സെൻട്രലിൽ 9:30 എത്തേണ്ട ജനശതാബ്ദി അടക്കം 1 മണി കഴിഞ്ഞിട്ടാണ്, പുലർച്ചെ 1 മണി കഴിഞ്ഞിട്ടാണ് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നൊരു സ്ഥിതി ഉണ്ടായത്. ക്ഷമിക്കണം. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ശക്തമായ കാറ്റിനെ തുടർന്ന് ഈ മരങ്ങൾ കടപുഴകി വീണ് ഉണ്ടായിട്ടുള്ളത് എന്ന് തന്നെയാണ്. അതിനൊപ്പം തന്നെ തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണ് ഗതാഗതത്തിന് കോട്ടം സംഭവിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. മെഡിക്കൽ കോളേജ് ഭാഗത്തും അതിനൊപ്പം തന്നെ കവടിയാർ, വെള്ളയമ്പലം തുടങ്ങി നഗരത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ മരങ്ങളുടെ ചില്ലകളൊക്കെ തന്നെയും ഒടിഞ്ഞു വീണ ഈ വാഹന ഗതാഗതത്തിന് ബാധിക്കുന്ന തരത്തിലുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുകളൊക്കെ തന്നെയും ഉണ്ടായിരുന്നു. ഇന്നലെ തന്നെ ആ മരങ്ങൾ ഒക്കെ തന്നെയും റോഡുകളിൽ നിന്ന് മുറിച്ചു മാറ്റുന്ന ഒരു സ്ഥിതിയൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇന്നും അത്തരത്തിലുള്ള പ്രവർത്തികൾ നടക്കുകയാണ്. ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നടക്കമുള്ള ആളുകൾ ഈ മരങ്ങൾ മാറ്റുന്ന പ്രവർത്തികളൊക്കെ തന്നെയും നടത്തുന്നുണ്ട്. അതിനൊപ്പം തന്നെ നിലവിൽ ഇപ്പോൾ ഈ തീരപ്രദേശത്ത് കള്ളക്കടൽ പ്രതിഭാസ സാധ്യതയുള്ളതിനാൽ പൊഴിയൂർ മേഖലയിലൊക്കെ തന്നെയും റെഡ് അലേർട്ടാണ് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം നൽകിയിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ വിഴിഞ്ഞത്ത് നിന്ന് 3 മത്സ്യത്തൊഴിലാളികളെ കാണാതായി എന്നുള്ള ഒരു റിപ്പോർട്ട് വരുന്നുണ്ട്. അവർ മീൻപിടുത്തത്തിനായി ഉൾക്കടലിലേക്ക് പോയതാണ്. ഈ ബോട്ടുകൾ തിരികെ വരാനുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഈ മത്സ്യത്തൊഴിലാളിയുടെ ഭാഗത്ത് നിന്ന് അറിയാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഈ കാലവർഷം കണക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധിയായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ കൃത്യമായ ജാഗ്രത പുലർത്തണം എന്നത് തന്നെയാണ് ഈ ഭരണകേന്ദ്രങ്ങളൊക്കെ തന്നെയും അറിയിക്കുന്ന ഒരു കാര്യം. ഇന്നലെ മുഖ്യമന്ത്രി അടക്കം പറഞ്ഞ ഒരു കാര്യം, മഴ കനക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണം എന്നത് തന്നെയാണ് മുഖ്യമന്ത്രി അടക്കം ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടത്. ഇത്തരത്തിൽ ഈ കാറ്റും മഴയ്ക്കും ഒപ്പം തന്നെ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജനങ്ങൾ കൃത്യമായ ജാഗ്രത പുലർത്തണം എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. ഈ കള്ളക്കടൽ പ്രതിഭാസ സാധ്യതയ്ക്കൊപ്പം തന്നെ ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശവും സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികളും ഒപ്പം തീരദേശത്ത് താമസിക്കുന്നവരും ജാഗ്രത